സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നഹും പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ. ഇവിടെ നിനവയോട് പറയുന്നതായ ഒരു പ്രവചന ഭാഗമാണ് വായിപ്പാൻ ഇടയായിത്തീർന്നത്. ഭൂമുഖത്തുള്ള ഏറ്റവും പ്രബലമായ നിനവയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന കോട്ട ഏതാണ്ട് 100 അടി ഉയരമുള്ളതും അതിനു മീതെ 3 രഥങ്ങൾക്ക് നിരന്ന് സഞ്ചരിക്കാൻ തക്കവണ്ണം വീതിയുള്ളതും ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ കോട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ പണിതുയർത്തപ്പെട്ട മാളികകൾക്ക് വീണ്ടും 100 അടി കൂടെ ഉയരമുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന് ഒക്കെ അപ്പുറം കോട്ടയ്ക്ക് ചുറ്റും ഏതാണ്ട് 150 അടി വീതിയും 60 അടി ആഴവുമുള്ളതും വെള്ളം നിറഞ്ഞതുമായ വലിയ കിടങ്ങും ഉണ്ടായിരുന്നു എന്നതും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിനവെ നശിപ്പിക്കപ്പെടുന്നതിനുള്ള അതിന് മുമ്പുള്ള നഹൂമിന്റെ പ്രവചനം അത് വളരെ അവിശ്വസനീയമായിട്ടാണ് അന്ന് ജനങ്ങൾക്ക് തോന്നുവാനായിട്ട് ഇടയായിട്ടുള്ളത്. നഹും 1:8 ഒരു വെള്ളപ്പൊക്കം മൂലം നിനവെ നശിക്കുമെന്നാണ് പ്രവചിപ്പാനായിട്ട് ഇടയായത്. അപ്രകാരം ടൈഗ്രീസ് നദി കരകവിഞ്ഞ് ഒഴുകുകയും അത് നിനവേയ്ക്ക് ചുറ്റുമുള്ള കോട്ടയുടെ ഒരു ഭാഗം തകർത്ത് കളയുകയും ചെയ്യുവാനായിട്ടും ഇടയായി. കോട്ടയുടെ ഈ വിടവിലൂടെ BC 612 ബാബിലോണിയർ അവരുടെ ആ സൈന്യം കടന്നു വന്ന് ആക്രമണം നടത്തുവാനായിട്ടും ഇടയായി തീർന്നു. അവർ നഗരം പിടിച്ചടക്കിയ ശേഷം അതിനെ അഗ്നിക്ക് ഇരയാക്കി. ഇവിടെ ഈ നഹും പ്രവചനത്തിൽ 3:11 നീ ലഹരി പിടിച്ച് ബോധം കെട്ട് വീഴും എന്ന് പ്രവചിച്ചതുപോലെ BC 612 അത് നാശമടയുവാനായിട്ട് ഇടയായി തീർന്നു. ആ നിനവയുടെ സ്ഥാനം എവിടെയായിരുന്നു എന്നത് വീണ്ടും ഏകദേശം 2.5 സഹസ്രാബ്ദ കാലത്തേക്ക് ലോകത്തിന് പോലും അറിയുവാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്രകാരം ആ വലിയ ജലപ്രളയത്തിലൂടെ ആ നഗരം പിന്നീട് ബാബിലോണിയരുടെ ആക്രമണത്തിലൂടെയും പരിപൂർണമായി നശിക്കുവാനായിട്ട് ഇടയായി തീർന്ന ചരിത്രമാണ് നിനവയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ അതിന്റെ 2-ാം അധ്യായത്തിൽ വീണ്ടും ഇപ്രകാരമാണ് പറയുന്നത്. അവിടെ പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ച് നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉലകൾ പോലെ ഉലകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടുചടെ ചാടുന്നു. വീതികളിൽ അങ്ങും ഇങ്ങും ഓടുന്നു. തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. ഇത് അന്ന് നിനവയോട് മാത്രം പറഞ്ഞതായ കാര്യമായിട്ടല്ല. എക്കാലത്തും യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇതേപോലെയുള്ള തീപ്പന്തങ്ങളും മിസൈലുകളും റോക്കറ്റുകളും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന ഒരു കാര്യം, ആ നിനവെ വളരെ അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പിലും മറ്റുമൊക്കെ അത് ആ കോട്ട പോലെയുള്ള മതിലുകളാലും ഒക്കെ അഹങ്കരിച്ചിരുന്നു. ആദ്യം ദൈവം യോനയോട് അവിടെ പറഞ്ഞു വിടുന്നുണ്ട്, അവർ മാനസാന്തരപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നെയും പഴയ പടിയിലേക്ക് നിനവെ പോകുവാനായിട്ടിടയായി തീർന്നതും ചരിത്രത്തിൽ
ആ പട്ടണം ഇല്ലാതായി തീർന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്ന് വളരെയധികമായിട്ട് അകന്നു മാറി ആ സ്വന്തം ശക്തിയിലും മിടുക്കിലും ആയുധബലത്തിലും എല്ലാം ഊന്നി ഓടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് മദ്യം, മയക്കുമരുന്ന് അങ്ങനെ ലഹരി പിടിച്ച് മനുഷ്യൻ നടക്കുന്നു. മറുഭാഗത്ത് ലോകരാഷ്ട്രങ്ങൾ യുദ്ധക്കൊതിയന്മാരായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ബലത്തിൽ അവരോടുന്നു. ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങളിലെ യുദ്ധത്തിന്റെ കമന്ററികളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പല ചാനലുകൾക്കും വലിയ ഹരമാണ്. ഏതാണ്ട് ക്രിക്കറ്റ് താരങ്ങളെ അവതരിപ്പിക്കുന്നത് പോലെയോ ക്രിക്കറ്റ് കളി നടക്കുന്നത് പോലെയോ ഒക്കെയുള്ളതായ വലിയ കമന്ററികളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ആർക്കും ഒരു ദുഃഖവും പ്രയാസവും ഒരിടത്തുമില്ല. ഒന്ന് ഓർക്കണം, യുദ്ധം മുറുകിക്കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളിലും എവിടെയായിരുന്നാലും അനേകർ നശിക്കും, പട്ടണങ്ങൾ നശിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മനുഷ്യൻ തന്റെ ആയുധബലത്തിൽ പുകഴുവാനായിട്ട് ഒന്നുമില്ല. ഒരുപക്ഷെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ കൂടുതൽ ആക്രമണം ഏൽപ്പിക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഏതാണ്ട് ഡൽഹിയുടെ അതിർത്തി വരെ മിസൈലുകൾ വിട്ടിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ വന്നാൽ ചിലപ്പോൾ വല്ല ആറ്റം ബോംബുകൾ എടുത്തുപയോഗിച്ചു കൂടായികയൊന്നുമില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ നമ്മൾ ആഹ്ലാദിക്കുകയല്ല വേണ്ടത്, യുദ്ധം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ് നമുക്ക് ആവശ്യം. കാര്യം, ഇന്ത്യ വെറുതെ ഇരുന്നപ്പോൾ അവരിങ്ങോട്ട് കയറി അടിച്ചതാണ്. അതിന് തക്കതായ ഒരു തിരിച്ചടിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ലോകരാഷ്ട്രങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെടേണ്ടതിനായി, രാജ്യങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്ന ദൗത്യം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറയെ മധുരമാക്കി തീർക്കുമവൻ, മാറയെ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോകുമവൻ, പാറയെ പിളർന്നു ദാഹം പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ